ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാർക്കാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. റിയാദിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 150 കിലോമീറ്ററും കൂടി യാത്ര ചെയ്താൽ ഒരു അല്ലൂലിൻ്റെ ഒക്കെ ഒരു ഫീലിംഗ് തരുന്ന അൽഷാബ റിസോർട്ടിലേക്കാണ് ഇന്ന് നമ്മൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടേക്കുള്ള എൻട്രൻസ് ഫീ എന്നുള്ളത് വെറും 30 റിയാലാണ്. ആ 30 റിയാൽ നമുക്ക് മുതലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള അടിപൊളി പാർക്ക് കേട്ടോ. അപ്പോൾ റിയാദിൽ ഇതേപോലൊരു പാർക്ക് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇനി നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ ഈ മാനുകളും അതുപോലെ തന്നെ കുതിരയും ഒട്ടകവും പിന്നെ എമു അതൊക്കെ നമ്മളെ കൂടെ അതങ്ങനെ ആടിപ്പാടി രസിച്ച് ഓടിക്കളിക്കുന്ന ഒരു അടിപൊളി പാർക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പാർക്ക് തന്നെയാണ്. പിന്നെ കണ്ടോ മാനൊക്കെ കണ്ടോ, എന്ത് കൂളായിട്ടാണ് നടന്നു പോകുന്നത്. അല്ലാത്ത ഇതിൽ നടക്കുകയാണ്. ഇതിപ്പോൾ കറി വെച്ച് നമ്മൾ പാത്രത്തിലാക്കിയിട്ടുണ്ടാവിന് അജാതി തരത്തിലുള്ള മാഷാഅല്ലാഹ് അടിപൊളി മാനുകളാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാവും, ഭയങ്കര ഹരമാണ് അവിടെ. ഫാമിലീൻ്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട, അവരൊക്കെ ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുന്ന അവസ്ഥകളാണ് കാണാറുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്ന ആളുകൾക്ക് ഒരു വേറിട്ടൊരു അനുഭവം തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ള പാർക്കുകൾ കേട്ടോ. ആകെപ്പാടുള്ള ഒരു പ്രശ്നമായി തോന്നിയത് വെച്ചാൽ ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ ഭയങ്കര രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ ഇരിക്കാനും അതുപോലെ തന്നെ ഈ ശീശയൊക്കെ വലിക്കുന്ന ആളുകൾക്ക് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ അതാ കുതിര, കഴുത, ഒട്ടകം, പിന്നെ ഈ എമു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു വെള്ളി ശനി ദിവസങ്ങളിൽ അവർ പുറത്തിറക്കാറില്ല. കാരണം വെച്ചാൽ നല്ല തിരക്കാണല്ലോ. അപ്പോൾ ചില ആളുകൾക്ക് എമുവിനൊക്കെ പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ അത് അവർ ഇറക്കാറില്ല. അല്ലാത്ത ദിവസങ്ങളിൽ ഇതിൽ നടക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. സോ എന്താണെങ്കിലും അടിപൊളി ഒരു ആംബിയൻസ് തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാൻ ഇവിടെ ഉണ്ടാവും എന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ആ മാൻ അതാ അവിടെ കാണാം. പാർക്കിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ചെറിയ കൂടും മറ്റ് സൗകര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ എല്ലാ മൃഗങ്ങളെ താമസിപ്പിക്കാനുള്ളതായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഒരു മാനുണ്ട്. കുറേ ഇവിടെ എല്ലാത്തിൻ്റെയും നോട്ടീസുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാനിന് വെള്ളിയാഴ്ച ലീവാന്ന് തോന്നുന്നു. അത് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മാനിൻ്റെ ഒക്കെ ഒരു ലോകം തന്നെയാണ് കേട്ടോ. പിന്നെ 1-2 പേരറിയാത്ത ജന്തുക്കളും ഉണ്ട്. എന്താണെങ്കിലും കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു കൂട്ടുകളിലൊക്കെ അവർ ജസ്റ്റ് ഒന്ന് ഒരുക്കിയത്. എന്താണ് ഇങ്ങോട്ട് വാ. ഈ പാർക്കിൽ നല്ല ആംബിയൻസ് ആയതുപോലെ തന്നെ നല്ല തരത്തിലുള്ള കാറ്റും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾ സെറ്ററും മറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് വരാൻ വേണ്ടി ട്രൈ ചെയ്യുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കുറച്ച് കൂടുതലാണ്. നല്ല തണുത്ത കാറ്റാണ് അവിടെ അടിക്കുന്നത്. പിന്നെ ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. 10 റിയാലിന് 4 അമ്പ് കിട്ടും. ഈ 4 നമുക്ക് അറഞ്ചും പുറഞ്ചും എമ്പെയ്ത്ത് കളിക്കാം കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഐറ്റംസുകളും പിന്നെ ഒരുപാട് കോഫി ഷോപ്പുകൾ കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള കോഫി ഷോപ്പുകൾ, വ്യത്യസ്തമായിട്ടുള്ള കോഫികളൊക്കെ കുടിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തീ കായാനുള്ള ഫെസിലിറ്റികളുണ്ട്. അതിനൊക്കെ വേറെ ക്യാഷാണ് അവർ ഈടാക്കുന്നത്. നമുക്ക് എൻട്രി ഫീസ് മാത്രം കേട്ടോ 30 റിയാൽ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട് കേട്ടോ. ഇത് ഇവർ ഉണ്ടാക്കിയതാണ്. ഹിജ്റ 1443, അതായത് ഒരു 3 വർഷം മുന്നേ ഉണ്ടാക്കിയതാണ്. കംപ്ലീറ്റ് ഉണ്ടാക്കിയുണ്ട്. സ്റ്റോൺ ഇങ്ങനെ അട്ടിട്ടായിട്ട് വെച്ചിട്ടാണ്. വേറെ സിമെൻറ്റും കാര്യങ്ങളൊന്നും പുറത്ത് കാണുന്നില്ല. അവിടെ തന്നെ എഴുതിയതും അങ്ങനെ തന്നെയാണ്. പിന്നെ സ്റ്റോൺ കൊണ്ടാണ് ഇത് നിർമ്മിച്ചത് എന്നുള്ളതാണ്. നോക്കിയിട്ട് സിമെൻ്റ് ഒന്നും കാണില്ല. ഇതിൻ്റെ മുകളിൽ നിന്ന് കല്ലൊക്കെ കാണാം. ചിലതൊക്കെ താഴേക്ക് അടർന്ന് വീണതൊക്കെ കാണാം. അപ്പോൾ ഇതാണ് മസ്ജിദ് കേട്ടോ. പഴയൊരു മോഡൽ ഉണ്ടാക്കിയതാണ്.
ഷെയർ ചെയ്യാനും മറക്കണ്ട.